ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഓണം സ്പെഷ്യലായിട്ടുള്ള സദ്യയിലൊക്കെ വിളമ്പാറുള്ളതുമായ നല്ലൊരു കാബേജ് തോരൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള തോരനിൽ ഉള്ളി അങ്ങനെയൊന്നും ചേർക്കാറില്ല. കാബേജിൽ എരിവിന് പച്ചമുളക് മാത്രമേ ചേർക്കാറുള്ളൂ. ഈ തോരൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. നമ്മൾ കാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള കാബേജ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. അതിലേക്കിനി 4-5 പച്ചമുളകും കൂടെ ചേർക്കണം. നല്ല എരിവുള്ള പച്ചമുളകാണ് വേണ്ടത്. ഈ കാബേജ് വന്നിട്ട് 1 കിലോ വരെ വെയിറ്റ് ഉണ്ടായിരുന്നു. നമുക്കിതിൻ്റെ ഹാഫ് മതിയാകും. എന്നിട്ടിത് വളരെ ചെറുതായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ സാധാരണ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ കൊത്തിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതേ രീതിയിൽ വളരെ ചെറുതായിട്ട് കിട്ടും. നമുക്കിനി ബൗളിലേക്ക് ക്യാബേജ് ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒരു 1-2 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് എടുക്കാം. എന്നിട്ട് സ്ട്രെയിൻ ചെയ്ത് എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് അതിനോടൊപ്പം തന്നെ ചേർക്കാം. ഇനി അതിൻ്റെ കൂട്ട് റെഡിയാക്കാം. ജാറിലോട്ട് 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ തേങ്ങ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും മാത്രം മതിയാകും. അതൊന്ന് ഒരു തവണ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതേ രീതിയിൽ ഇനി നമുക്ക് ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും, അതുകൊണ്ടാണ്. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്തിട്ടൊരു 4-5 വറ്റൽമുളകും കൂടെ കട്ട് ചെയ്ത് ഇടണം. അത് നല്ല റോസ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും ആവശ്യത്തിനിട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ക്യാബേജും പച്ചമുളകും ഒക്കെ അതിലിട്ടിട്ട് നമ്മൾ ഈ തോരനിങ്ങനെ അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തുറന്നിട്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്യേണ്ടത്. അതിങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മാറുന്നത് വരെ ഇതേപോലെ ഒന്ന് നല്ല വഴറ്റിയെടുക്കണം. ആദ്യം ഇതേ രീതിയിൽ. ഇതിനു മുന്നേ ബീട്രൂട്ട് വെച്ചിട്ടുള്ള തോരൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്പം കുറഞ്ഞ് മതിയാകും. ഉപ്പൊക്കെ നമ്മളെപ്പോഴും ഇതിൽ നോക്കിയിട്ട് ചേർക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഇനി നമുക്ക് അത് കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയമാണ് നമ്മൾ ആ കൂട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഈ ഓണത്തിന് എല്ലാവരും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ആ കൂട്ട് അതിലേക്ക് ചേർക്കാം. ഇതേ രീതിയിലുള്ള തോരൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ കൂട്ടി ചേർത്താലും ഒരു 3-4 മിനിറ്റ് കൂടെ ഒന്നുകൂടെ കുക്ക് ചെയ്യണം. അത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുന്നിടം വരെ, എന്നാലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിനു മുന്നേ ഓണം സ്പെഷ്യലായിട്ടുള്ള റെസിപ്പീസുകൾ 4-5 എണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാതള നാരങ്ങ കൊണ്ടുള്ള അച്ചാർ, കിച്ചടി, ക്യാരറ്റ് തോരൻ, നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പായസം, പുളിശ്ശേരി, ഇതിൻ്റെയൊക്കെ വീഡിയോസാണ്. അതിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ദയവായി ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ അത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് അത് സെർവ് ചെയ്യാം. ഇതേ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. എന്നാൽ അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.